ചങ്ങനാശ്ശേരി ബോട്ട് കെട്ടിയാണ്. ബോട്ട് കെട്ടിയിലാണ് എൻ്റെ കട. എൻ്റെ പേര് തങ്കച്ചൻ. ഇത് ബോട്ട് കെട്ടി എന്ന് പറയുമ്പോൾ ഈ കുളം ഇത് കുഴിച്ചതാണ്. വെലുത്തമ്പിയുടെ കാലത്ത് തന്നെ കുഴിച്ച ഒരു കുളമാണിത്. ഇപ്പം ബോട്ട് സർവീസ് അവിടുന്ന് ഉണ്ട്. അത് അങ്ങനെ നടക്കുന്നുണ്ട്. പിന്നെ ചങ്ങനാശ്ശേരി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇത് മുഴുവനും ചങ്ങനാശ്ശേരി മാർക്കറ്റ് തന്നെയാണ്. ഫിഷ് മാർക്കറ്റ്, വെജിറ്റബിൾ മാർക്കറ്റ്, അങ്ങനെ പലചരക്ക് കടകൾ, അങ്ങനെ എല്ലാം കൂടി ചങ്ങനാശ്ശേരിയിലൊരു അടുത്താണ് വന്നിരിക്കുന്നത്. അതിന് നടുക്കൊരു പള്ളിയുണ്ട്. ആ പള്ളിയുടെ ഫ്രണ്ടിലായിട്ട് അഞ്ചുവിളക്ക് എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. അത് ഈ ചങ്ങനാശ്ശേരി മാർക്കറ്റ് ചന്ത ഉദ്ഘാടനം ചെയ്തപ്പോൾ വേലുത്തമ്പിയാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. ആ ഉദ്ഘാടനത്തിന് സ്ഥാപിച്ചതാണ് ഈ അഞ്ചുവിളക്ക്. അതിൻ്റെ അടിയിൽ കരിങ്കല്ലാണ്. കരിങ്കൽ പാളിയിൽ പിന്നെ പഴയ മലയാളം ലിപിയിൽ അത് എഴുതി വച്ചിട്ടുണ്ട്. അപ്പം ഈ മാർക്കറ്റ് വെലുത്തമ്പി പിന്നെ ഉദ്ഘാടനം ചെയ്ത് മാർക്കറ്റിൽ ചന്ത പച്ചക്കറി ചന്തയായിട്ട് അത് ഉദ്ഘാടനം ചെയ്യുമ്പോൾ പിന്നെ ആനയാണ് കൊണ്ടുവന്നിരുന്നത്. ആ ആനയെ കൊണ്ട് പച്ചക്കറി കൂട്ടിയിട്ട് വാരി എറിഞ്ഞു കഴിഞ്ഞിട്ട് ആനയിൽ ആണ് ഫസ്റ്റ് ലേലം. ആദ്യത്തെ ലേലം ആനയാണ്. അങ്ങനെ ചന്ത മാർക്കറ്റ് ഉദ്ഘാടനമായി. പിന്നെ ചങ്ങനാശ്ശേരിയിൽ അമ്പലം, പള്ളി, മോസ്ക് ഇതെല്ലാം ഒന്നിച്ച് അടുത്തടുത്താണ്. അടുപ്പുകല്ല് പോലാണ് ഇരിക്കുന്നത്. അങ്ങനെയാണ് ഈ ചങ്ങനാശ്ശേരി എന്നുള്ളതാണ് പേര് വന്നത് എന്ന് പഴയ ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുള്ളതാണ്. അപ്പം അതങ്ങനെ നിൽക്കുന്നു. ആൾക്കാരെല്ലാം സൗമ്യതമായിട്ട് ഒത്തൊരുമിച്ച് പോകുന്നു. മാർക്കറ്റ് ഇന്നും തുടരുന്നുണ്ട്. ഒരു കുഴപ്പമില്ല. ചങ്ങനാശ്ശേരി എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറൻ മേഖലയുടെ ഏറ്റവും വലിയൊരു മാർക്കറ്റായിരുന്നു ചങ്ങനാശ്ശേരി മാർക്കറ്റ്. അന്ന് ഈ കുളം നിറച്ച് വള്ളങ്ങളായിരുന്നു. കെട്ടുവള്ളങ്ങളും കൊച്ചുവള്ളങ്ങളും ഒക്കെ ആയിരുന്നു സാധനം എടുക്കാൻ വേണ്ടി. ഇന്നിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. എല്ലാം വഴി സൗകര്യമായി. പടിഞ്ഞാറൻ മേഖലയിലെല്ലാം വഴി സൗകര്യമായി. ആ വഴി സൗകര്യമായപ്പോഴത്തേക്ക് 10 മിനിറ്റിനകം അവർക്ക് സാധനം വീട്ടിലെത്തും. അന്ന് ബോട്ടിനെയും വള്ളത്തെ ആശ്രയിച്ചിരിക്കണം. ഇന്ന് വൈകിട്ട് കയറ്റുന്ന സാധനം നാളെ അവിടെ കിട്ടുന്നത്. അങ്ങനെയായിരുന്നു. പിന്നെ 10-100 കാളവണ്ടികളാണ് ഇതിനകത്ത് കിടന്ന് കറങ്ങിക്കൊണ്ടിരുന്നത്. അപ്പം അത് 10-100 കാളവണ്ടി എന്ന് പറയുമ്പോൾ 100 കാളവണ്ടിക്ക് ഒരു കാളവണ്ടിക്ക് 2 പേര് വീതമാണ്. അപ്പം 100-200 പേരെ ഇതിനകത്ത് കിടന്ന് കറങ്ങുക. തലേ ദിവസം വൈകിട്ട് വരുമ്പോൾ വണ്ടി വരും. പിറ്റേ ദിവസം വൈകുന്നേരം വാടി കൊടുത്ത് ചരക്കെല്ലാം കയറി പോകുന്നത്. അപ്പോൾ ഈ ആൾക്കാരുടെ ഒരു വലിയ ബഹളം അന്നുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് വലിയ ബഹളമൊന്നുമില്ലാണ്. എല്ലാം ശാന്തമായിട്ട് നടക്കുന്നു. കാരണം അന്ന് 11 മണി, രാത്രി 11 മണിയൊക്കെ ആവും കടയടക്കുമ്പോൾ. അടച്ചു വരുമ്പോഴത്തേക്ക് ഈ വള്ളത്തിലെല്ലാം ചരക്ക് കയറി കാളവണ്ടിയിൽ കയറി ഒക്കെ പോകുമ്പോൾ 11 മണിയെങ്കിലും ആവും കടയടക്കുമ്പോൾ. ഇന്ന് 5 മണി കഴിയുമ്പോഴത്തേക്ക് 6 മണിക്ക് മുമ്പ് എല്ലാ കടയും അടച്ചു പോകും. കാരണം അതിൻ്റെ ആവശ്യമുള്ളൂ, ഇരിക്കണ്ട. ഇന്നിപ്പം വീട്ടിൽ ഇരുന്ന് ഫോൺ ചെയ്താലേ അവർക്കുള്ള ആവശ്യത്തിനുള്ള സാധനം എടുത്ത് ഓട്ടോറിക്ഷയിൽ കൊടുത്തു വിടും, ചെറിയ വീടുകൾക്കുള്ളത്. അത് അവിടെ ചെന്ന് പോയി ബില്ലും വണ്ടിക്കൂലി കൊടുത്താൽ മതി, അവർ തിരിച്ചു വന്നു. അപ്പോൾ അങ്ങനെ തന്നെ പിന്നെ റിട്ടെയിൽ കച്ചവടക്കാരുടെയും കാര്യങ്ങൾ വീട്ടിൽ ഇരുന്ന് വിളിച്ചു പറഞ്ഞാൽ ഇവിടെ വണ്ടി അഥവാ വണ്ടിയിൽ വന്നാൽ തന്നെ ഒരു അരമണിക്കൂർ കൂടുതൽ ഇവിടെ വെയിറ്റ് ചെയ്യുന്ന സാധനം എല്ലാം എടുത്ത് വെച്ചിരിക്കുകയായിരിക്കും, കുറേ കയറി പോവുക. അപ്പോൾ അത് കാരണം വലിയ അന്നത്തെ പോലുള്ള തിരക്കില്ല. പക്ഷേ അന്നത്തേക്കാൾ കൂടുതൽ ബിസിനസ് ഇന്ന് നടക്കുന്നുണ്ട്. കാരണം 12 വീലം വണ്ടിയല്ല, 2.5 ലോഡ് ചരക്ക ഒരു വണ്ടിയെ കയറി വരുന്നു. അതെല്ലാം ഇതിനകത്ത് തീരുന്നുണ്ട്. അതൊന്നും അറിയാനില്ല. ഈ പറഞ്ഞ രീതിയിലായതുകൊണ്ട് ആൾക്കാർ അറിയത്തില്ല ഇത്രയും കച്ചവടം നടക്കുന്നുണ്ടോ. എല്ലാവർക്കും നേരത്തെ വീട്ടിൽ പോവുകയും ചെയ്യാം. അങ്ങനെ ഇരിക്കുന്നു. ഇന്നും അങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു.
നമ്മളിപ്പോൾ ഈ കച്ചവടമായിട്ട് ഇവിടെ വന്നിട്ട് ഒരു 50 വർഷത്തിൻ്റെ മേളിക്കാണ്. നമ്മുടെ ഫാദറായിട്ട് വന്നിട്ടുള്ള ഇടപാടാണ്. ഫാദർ മരിച്ചതിൻ്റെ ശേഷം ഇപ്പോൾ നമ്മൾ നടത്തിക്കൊണ്ട് പോകുന്നു. എന്നാൽ പഴയ ആ പണി ഇല്ല. കുറച്ച് പണി കുറവാണ്. കല്യാണങ്ങളൊന്നും ഇല്ലാത്ത കാരണം കോവിഡ് വന്നതിൻ്റെ ശേഷം കല്യാണങ്ങളൊക്കെ കുറഞ്ഞ് ആളെ എണ്ണം കുറച്ചപ്പോൾ നമുക്ക് മെയിനായിട്ട് കല്യാണം പപ്പടം മെയിനാണ്. അതൊക്കെ കുറഞ്ഞ് നിൽക്കുകയാണ് ഇപ്പോൾ. എന്നാലേ 2 പേരുടെ പണി കുറവാണ്. 2 പേരും കൂടെ സ്റ്റാഫ് വെക്കാം. അപ്പോൾ ആ രീതിയിൽ പണി കുറവാണ്. ഇപ്പം 3 പേരേ ഉള്ളൂ സ്റ്റാഫ്. ചെറിയ പണിയായിട്ട് ഇങ്ങനെ പോകുന്നു. എന്നാൽ കുഴപ്പമില്ല, അത്ര പറയാൻ പറ്റുന്നു. പിന്നെ ഇപ്പോൾ ഇനി അങ്ങോട്ട് മൂവിങ് ആവുമെന്ന് വിചാരിക്കുന്നു. കല്യാണങ്ങളൊക്കെ ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ടല്ലോ ഇപ്പോൾ. അപ്പോൾ അതിൻ്റേതായ ഒരു മൂവിങ് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നാലും ഫുള്ള് പണി നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ഇപ്പം മേഖലയൊക്കെ പല തട്ടിലും പോയല്ലോ. ഇപ്പം മിഷൻ വർക്കായി പപ്പടത്തിന്. പണ്ട് നമ്മൾ കൈകൊണ്ടുള്ള ഈ വർക്ക് തന്നെ ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പം എല്ലാവരും മിഷ്യനായി. മിഷ്യൻ എന്ന് പറഞ്ഞാൽ ഇതാന്ന് പറയുമ്പോഴത്തേനും സാധനമായി. അപ്പോൾ അത് മാർക്കറ്റ് അവർ കൈ അടക്കിയിരിക്കുകയാണ്. നമ്മൾ പഴയ ആളെന്നുള്ള രീതിയിൽ ഇപ്പോഴും നിലനിന്ന് പോവുകയാണ്. പഴയ ഇപ്പോഴും നമ്മളെ ആവശ്യക്കാർ ഉണ്ട്. അവർ നമ്മളെ തേടി വരുന്നു. കൈകൊണ്ട് പണിയെടുക്കുന്ന കാരണം മിഷ്യൻ പപ്പടമല്ല, പരമ്പരാഗത രീതിയിലുള്ള കൈകൊണ്ടുള്ള പണിയാണ് ഇപ്പോൾ അവിടെയൊക്കെ നടക്കുന്നത്. ഇത് കട അച്ഛനായിട്ട് ഒരു 50 വർഷം ഏറ്റവും കുറഞ്ഞതായിട്ടുണ്ട്. അതിൻ്റെ ശേഷം അച്ഛന് വയ്യാതായപ്പോഴാണ് നമ്മൾ ഏറ്റെടുത്ത് ഇങ്ങനെ പോകുന്നത്. എന്ന് പറഞ്ഞാൽ വർഷങ്ങളായിട്ടുള്ള മാർക്കറ്റ് ഇവിടുന്നാണ് ഏത് സാധനങ്ങളും കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അരിയാണേലും പലരിക്കാണേലും എല്ലാം അത് വർഷങ്ങൾ. ഇപ്പം വള്ളമെല്ലാം നിന്നുപോയി. മറ്റേ വലിയ കേബ് വള്ളം വലുത് അതേലാണ് 2-3 ലോഡ് കൊള്ളുന്ന വള്ളമാണ് വന്നുകൊണ്ടിരുന്നത്. ഇപ്പം വള്ളമൊന്നുമില്ല. ഇപ്പം ടൂറിസ്റ്റ് ഇതായിട്ട് ഇപ്പം പോവുക. ഇപ്പം അങ്ങനെ വള്ളത്തിൻ്റെ പരിപാടി ഇല്ല. മറ്റേത് ഇപ്പം ഈ ബസ്സെല്ലാം വന്നുകൊണ്ടും ഇതിൻ്റെ മറ്റേ 6-7 ബോട്ടുണ്ടായിരുന്നു. ഇപ്പം പേരിന് 1-2 ബോട്ട് തന്നെ ഉള്ളൂ. ബാക്കിയെല്ലാം കട്ടപ്പുറത്തും എല്ലാമാണ്. അങ്ങനെ ഓരോ ഈ മേഖലയെന്ന് പറയുമ്പോൾ ഇപ്പം കച്ചവടം എന്താ പറയുക, ഇവിടെ കച്ചവടം എല്ലാം കുറഞ്ഞു. ഇപ്പോൾ ഓരോ മേഖലയിൽ ഓരോരുത്തർ കൊണ്ട് ഇറക്കി കൊടുക്കുക. കച്ചവടം ബിസിനസ് ഇതിൻ്റെ അരിയാണേലും മറ്റുള്ള പലർക്ക് സാധനങ്ങളാണേലും ഇപ്പം പൊതുവേ ഇവിടെ കുറഞ്ഞു. ഇപ്പം മാർക്കറ്റിൽ നിന്ന് പേരേ ഉള്ളൂ. പേരിന് മാത്രം ഉള്ള ഇതേ ഉള്ളൂ. കച്ചവടം എന്ന് പറഞ്ഞാൽ ഇപ്പം ഇവരെല്ലാം ചുമ്മാ വെറുതെ നോക്കിയിരിക്കുക. അതിൻ്റെതായിട്ടുള്ള വിലക്കൂടലും എല്ലാം കൊണ്ടായിരിക്കാം. പിന്നെ ഇവിടെയാണ് ഷൂട്ടിങ്ങൊക്കെ നടന്നുകൊണ്ടിരുന്നത്. ഈ സ്പടിയം ആ 2 നില മാളിക ആ മാളികയിൽ നിന്നാണ് മോഹൻലാലൊക്കെ എടുത്ത് ഇങ്ങോട്ട് ആ ലോറിയിലോട്ടൊക്കെ ചാടുന്ന രംഗം. ഇതിൻ്റെ ഈ ഇടുക്കി കൂടെ അങ്ങോട്ട് പോകുന്നത്, ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നുണ്ട്. പിന്നെ അപ്പുറത്തെ ഒരു മാളികയുണ്ട്. ആ പള്ളിയുടെ അടുത്ത് മാളികയുണ്ട്. അവിടെ ഇരുന്ന് അവർ ചീട്ടൊക്കെ കളിക്കുന്നു സിനിമയിൽ. അങ്ങനെ ഓരോ ഇവിടെ ഷൂട്ടിംഗ് ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. പഴയ പ്രൗഢി ഇല്ല. പഴയതെന്ന് പറഞ്ഞാൽ ചന്തവസം ഇതിൽ നടക്കാൻ പറ്റത്തില്ല. ആ രീതിയിലുള്ള തിരക്കുകളും കാര്യങ്ങളൊക്കെ. ഇപ്പം അതൊന്നും ഇല്ല.